ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഒരു റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. അവിടെയും വേണിച്ചാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അപ്പോൾ എല്ലാം വേണ്ടപ്പെട്ട ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഇത് ബൈ ദ വേ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാർട്ടിൽ സാജിറ്റേറിയസ് നിങ്ങളുടെ സൺ, മൂൺ, അസെൻഡൻറ്റ് സൈനാണ് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, നിങ്ങളുടെ ഫീലിങ്സ്, ഔട്ട്കം, ഈ റിലേഷൻഷിപ്പിൻ്റെ എന്താണ് ആക്ഷൻ അവർ എടുക്കാൻ പോണത്, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ എന്താ മെസ്സേജസ് പറയണമെന്ന് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 2 of Cups, 7 of Wands, നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ രണ്ടാളുടെ ഇടയ്ക്ക് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഏസ് ഓഫ് സോർഡ്സ്, ഈ പേഴ്സൻ്റെ ഫീലിങ്സ് കിങ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 6 of Swords, ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 8 of Swords. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷനിൽ ജഡ്ജ്മെൻറ്റ്, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ടെമ്പറൻസ്. ഔട്ട്കം നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പിൻ്റെ. അപ്പോൾ സാജിറ്റേറിയസ് ഇവിടെ 2 of Cups ആണ് ഞാൻ കാണുന്നത്, നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഇവിടെ കുറേ ലവ് ആണ് ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഓക്കെ, ഇത് മ്യൂച്വൽ ലവ് ആണ്. ഒരു റിലേഷൻഷിപ്പ് ആവാം, അല്ലാച്ചാലും ഇവിടെ കുറേ ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. അപ്പം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ റീസെൻ്റ്ലി എന്തോ ഉണ്ടായിട്ടുണ്ടാവും. മേ ബി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാം, അതല്ല വെച്ചാൽ എന്തോ നിങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമായില്ല, അങ്ങനത്തെ എന്തോ ഒരു കാര്യമുണ്ടായി. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ കാണുന്നത് ഈ സിറ്റുവേഷനിൽ കുറച്ച് സൈലൻസ് ആണ്. നിങ്ങൾ അവരോട് അങ്ങനെ ഒരു കോണ്ടാക്റ്റ് വയ്ക്കുന്നില്ല ഇപ്പോൾ. എന്താണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി? ഇവരുടെ ഓവറോൾ എനർജി 7 of Wands ആണ്. അപ്പോൾ ഇവരുടെ ഓവറോൾ എനർജിയിൽ ഞാനൊരു ബ്ലോക്കാണ് കാണുന്നത്. എന്താണ് ഈ ബ്ലോക്ക്, ഈ ചാലഞ്ച്? അപ്പോൾ അവരുടെ സൈഡിൽ നിന്നും ഞാൻ ഒരു വിഡ്രോ ചെയ്ത എനർജിയാണ് കാണുന്നത്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ തൽക്കാലം ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അതല്ല വെച്ചാൽ എന്തോ ഉണ്ടായി, അതുകൊണ്ട് ഈ സിറ്റുവേഷൻ മുമ്പോട്ട് പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഇൻസ്റ്റെബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ മറ്റൊരു എനർജി എനിക്കിവിടെ കിട്ടുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ ഒരാൾക്ക് വേറെ ഒരു സിറ്റിയിൽ വേറെ ഒരു കൺട്രിയിൽ ജോലി കിട്ടിയുകൊണ്ട് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം. അതുകൊണ്ടും നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് എന്തോ ഒരു സ്റ്റാഗ്നേഷൻ വന്നു, അങ്ങനെയും ആവാം. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ആ മുമ്പത്തെ മാതിരി ഒരു സ്റ്റെബിലിറ്റി ഇല്ല. മേ ബി കരിയറുടെ കാരണമായിരിക്കാം നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, അതല്ല വെച്ചാൽ വേറെ ഒരു തേർഡ് പാർട്ടിയും ആവാം. എന്നുവെച്ചാൽ നൈറ്റ് ഓഫ് വാൻഡ്സ് ഒരു
എന്താ പറയുക, ഒരു പ്ലെയർ ടൈപ്പ് ഓഫ് എനർജി ആവാം. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ കമ്മിറ്റഡ് അല്ലാച്ചാൽ അതുകൊണ്ടും ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത എനർജി ആവാം. അപ്പം നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഏസ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇവരോട് തുറന്ന് പറയണം എന്നുണ്ട്, ക്ലാരിഫൈ ചെയ്യണം എന്നുണ്ട്, ഈ സ്റ്റാഗ്നേഷന് പുറത്തു വരണം എന്നുണ്ട്. ഇവിടെ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ്ങും കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ സമയം എടുത്തിട്ട് അവന് അങ്ങനെ ധൃതിയൊന്നുമില്ല, നിങ്ങൾക്ക് മെല്ലെ മതിയെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് കപ്സ് ആണ്. അവർക്ക് കുറേ ഇമോഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, കുറേ ഫീലിങ്സ് ഉണ്ട്, കുറേ മെച്യോർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് അവർ. എംപ്രർ, ഏരീസ് എനർജി, എംപ്രസ്. അപ്പോൾ ഇവിടെ ഞാനൊരു മാരേജ് ആണ് കാണുന്നത്. ഇപ്പോൾ ഈ പേഴ്സൺ മാരിഡ് ആവാം. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് വെച്ചാൽ നിങ്ങളാണ് തേർഡ് പാർട്ടി. ഇവിടെ ഒരു മാരിഡ് കപ്പിളാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതല്ല വെച്ചാൽ അവർ നിങ്ങളെ ഒരു ഡിവൈൻ പാർട്ട്ണറായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ മാരേജ് ഇൻവോൾവ് അല്ല വെച്ചാൽ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം, നിങ്ങളുടെ കൂടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം, അങ്ങനത്തെ ഫീലിങ്സ് ആയിരിക്കും അവരുടെ. പക്ഷേ ഇവിടെ ഞാൻ ഇൻറ്റൻഷനിൽ കാണുന്നത് 6 of Swords ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് മുമ്പോട്ട് പോകണം എന്നുണ്ട് ലൈഫിൽ. ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ തൽക്കാലം ക്ലാരിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടിയും പറഞ്ഞാൽ ഈ ഒരു അൺസ്റ്റേബിൾ എനർജി വെക്കണം എന്നില്ല. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വേണം, നിങ്ങളുടെ ഫ്യൂച്ചർ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയണം. അതൊക്കെ നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അവർ കുറേ സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ അവർക്ക് ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇവിടെ ഒരു ചോയ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരും ഉണ്ടാവും, അതുകൊണ്ടാണ് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത്. ഇവിടെ ഡെവിലും ഉണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളെ വിടാനും പറ്റില്ല, മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മൊത്തം ഇവിടെ ഒരു സ്റ്റാഗ്നൻ്റ് എനർജിയാണ്. നിങ്ങൾ ഒരു ഫൈനൽ ഡിസിഷനാണ് എടുക്കാൻ പോണത്. ആക്ഷൻസിലെ ജഡ്ജ്മെൻറ്റ്. ഈ പേഴ്സണ് അൾട്ടിമേറ്റമാണ് നിങ്ങൾ കൊടുക്കാൻ പോണത്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണം വെച്ചാൽ കമ്മിറ്റ്മെൻറ്റ് വേണം, അല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ നമ്മൾക്ക് ഇവിടെ തന്നെ എൻഡ് ചെയ്യാം. അതാണ് നിങ്ങൾ അവരോട് പറയാൻ പോണത്. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ ടെമ്പറൻസ്. അപ്പോൾ ഈ പേഴ്സൺ ബാലൻസ് ചെയ്യാൻ നോക്കണു, രണ്ട് സൈഡിൽ നിന്നും ബാലൻസ് വെക്കാൻ നോക്കണു, രണ്ടാൾക്കാരെയും ലൈഫിൽ വെക്കാൻ നോക്കണു. പേജ് ഓഫ് സോഡ്സ്. അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ആരെയാ ചൂസ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ഏതും ഡിസിഷൻ എടുത്താലും അവർ ഹാർട്ട് ബ്രോക്കൺ ആവും. അവർ മറ്റേ പേഴ്സണെ വിട്ടാലും അവർ ഹാപ്പി ആവില്ല, നിങ്ങളെ വിട്ടാലും അവർ ഹാപ്പി ആവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇവർ. ഔട്ട്കം 8 of Pentacles. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു സെപ്പറേഷനും ഉണ്ട്. പക്ഷേ ഇത് ഞാൻ കാണുന്നത് ഇപ്പോൾ തീരുമാനം എടുക്കാനുള്ള സമയമായിരിക്കണം. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇപ്പോൾ അത്ര പേഷ്യൻസ് ഇല്ല മുമ്പത്തെ മാതിരി. ഈ പേഴ്സണിന് ചൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇവിടെ എന്താ ഉണ്ടാവാൻ പോകണമെന്ന് വെച്ചാൽ എല്ലാം ഒരു ഫെയർ മാതിരിയാണ് ഉണ്ടാവുക. അവർ നിങ്ങളെയാണ് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊരു ഫെയർ ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ആവും. അവർ മറ്റേ പേഴ്സണെയാണ് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. എന്തായാലും ഇവിടെ ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, ഈ മാസം അവരെന്താ ചൂസ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതുമാതിരി ഒരു ക്ലാരിറ്റി വരും ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്? കോഡിപ്പെൻഡൻസി ആണ്. ഓക്കെ, അഡിക്ഷൻസ് കാണാണ്ട് ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് സാജിറ്റേറിയസ്. ഇവിടെ ഞാൻ പൈസീസ് കാണുന്നുണ്ട്, കുറേ പൈസീസ് എനർജി, ഏരീസ് എനർജി ഉണ്ട്, ലീബ്ര കാപ്രിക്കോൺ എനർജി ഉണ്ട്, ടോറസ് വെർഗോ കാപ്രിക്കോൺ ഉണ്ട്, ലിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ ഉള്ളത്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.